നടപടി പുസ്തകം തന്നെ 4-12 വാക്യത്തിൽ 11-12 പറയുന്നത്. 11 അവസാനം മറ്റാരിലും രക്ഷയില്ല. ഇത് നല്ലൊരു അനുഭവം കിട്ടിയതുകൊണ്ടാണ് പത്രോസ് അങ്ങനെ പറയുന്നത്. നമ്മളിപ്പോൾ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ ലേഖനം, ഇത് ലേഖന വായനയായിട്ട് ആർക്കെങ്കിലും കിട്ടിയാൽ പത്രോസിൻ്റെ തീക്ഷ്ണതയോടെ പറയുവോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നടപടി പുസ്തകം 4-12 വാക്യം, ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. നമുക്ക് ഈ വചനഭാഗം വായിക്കാൻ കിട്ടിയ നമ്മൾ എങ്ങനെ വായിക്കും? നമ്മൾ കഞ്ഞി കുടിച്ച പോലെ വായിക്കുമോ, അല്ലെങ്കിൽ പത്രോസ് ആ തീക്ഷ്ണതയിൽ പറഞ്ഞതുപോലെ വായിക്കുമോ? മറ്റാരിലും രക്ഷയില്ല. നമുക്ക് പല രീതിയിൽ അത് വായിക്കാം. ഒരു ഉഷാറില്ലാതെ വായിക്കാം, ഈ നാമത്തിൻ്റെ അനുഭവം ഇല്ലാത്തതുപോലെ വായിക്കാം, അനുഭവം ഉണ്ടായിട്ടും ലജ്ജയോടെ വായിക്കാം, അനുഭവം ഉണ്ടായിട്ടും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വായിക്കാം. പക്ഷേ ഈ നാമത്തിൻ്റെ ശക്തി അത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ വായനയ്ക്ക് പോലും ഒരു പ്രത്യേകത ഉണ്ടാവും.